അങ്ങനെ റോയൽ മൈലിലെ കാഴ്ചകൾ കണ്ടും ആസ്വദിച്ചും മഴ നനഞ്ഞും ഒക്കെ ഞങ്ങളിതാ എഡിൻബ്ര കാസലിന് മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ സത്യത്തിൽ വളരെ സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ 4ാമത്തെ വിസിറ്റിൽ കാസൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കണ്ടു അല്ലേ? അതെ അതെ, ഇങ്ങനെ കാണാൻ പറ്റുന്ന വിചാരിച്ചതേ ഇല്ലായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും ഇവിടെ മിലിറ്ററി ടാറ്റു ഫെസ്റ്റിവൽ സമയത്താണ്. അപ്പോൾ എപ്പോഴും ഇവിടെ ഭയങ്കര പുറത്തൊരു സ്റ്റേഡിയം സെറ്റപ്പ് പോലെ കുറേ സീറ്റ്സും ഒക്കെ ആയിട്ട് എപ്പോഴും കവേർഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ കിട്ടില്ല, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. മീസോലിത്തിക് കാലഘട്ടം മുതൽക്ക് തന്നെ എഡിൻബ്രയിൽ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ കാസൽ നിൽക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 12ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ കാസൽ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്നുള്ളതിനും രേഖകളുണ്ട്. ഒരുപക്ഷെ സ്കോട്ട്ലൻഡ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട കോട്ടയായിരിക്കാം ഇത്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയാണിത്. അതിൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല, അത്രയും ഉണ്ട് പറയാൻ. നമ്മളെന്തായാലും അത്ര വിശദമായിട്ടൊന്നും പറയില്ല. ഇതിൻ്റെ ഉള്ളിലും ആൾക്കാർക്ക് പ്രവേശനമുണ്ട്, ടിക്കറ്റഡ് എൻട്രി ആണ്. ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂറെങ്കിലും വേണം വിശദമായിട്ട് കാണണമെങ്കിൽ. കുറേ കെട്ടിട സമുച്ചയങ്ങൾ ചേർന്നതാണ് ഈ കോട്ട. അപ്പോൾ അതിലെ പ്രധാന ആകർഷണങ്ങൾ സ്കോട്ടിഷ് റോയൽ ജ്വൽസ് വെച്ചിട്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അവിടെ പക്ഷേ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കാണാനൊക്കെ പറ്റുള്ളൂ. അവിടെ ഉള്ളിൽ ഫോട്ടോഗ്രാഫിയൊന്നും അല്ല, അവിടെ അല്ല, കുറച്ചധികം സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഇതാണ്. അതുപോലെ കുറേ ടവേഴ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയാൻ ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്ക് ഒരു കാനൺ ഫയറിംഗ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല തിരക്കാണ് ആൾക്കാരുടെ. പിന്നെയും കുറേ മ്യൂസിയംസ്, അതേമാതിരി സ്കോട്ടിഷ് റെജിമെൻസിൻ്റെയൊക്കെ ഹിസ്റ്ററി, ആയുധക്കോപ്പുകളുടെ ശേഖരം, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നിന്നുള്ള സിറ്റിയിലെ വ്യൂ അടിപൊളിയാണ്. കിടിലെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ വ്യൂ ആണ്. ആ വ്യൂ കിട്ടാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാലും നഷ്ടമില്ല, അത്രയും നല്ല വ്യൂ ആണ്. അതൊക്കെയാണ് ഈ കോട്ടയുടെ പ്രധാന കാഴ്ചകളും വിശേഷങ്ങളും. ചരിത്രമൊക്കെ അറിയാനും സാധനങ്ങളൊക്കെ കാണാനും താല്പര്യമുള്ളവർക്ക് ശരിക്കും ഒരു വേർത്ത് ഈ വിസിറ്റ്. നമുക്കെന്തായാലും പതുക്കെ തിരിച്ച് നടക്കാം. അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാൻ മറന്ന ഒരു കാഴ്ചയുണ്ട്. അത് ഈ സ്കോച്ച് വിസ്കി എക്സ്പീരിയൻസ് ആണ്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൂറിൻ്റെ ഭാഗമായിട്ട് വിസ്കി എങ്ങനെ ഉണ്ടാക്കുക അതിൻ്റെ പ്രോസസ്സൊക്കെ കാണിച്ചു തരും. എൻഡ് ഓഫ് ദ ടൂർ വിസ്കി ടേസ്റ്റ് ചെയ്യാൻ തരും, നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. വളരെയധികം ഡിമാൻഡുള്ള ഒരു ടൂറാണ്. ഒരുവിധം ആൾക്കാരൊക്കെ എഡിൻബ്രയിൽ വന്നാൽ പ്രിഫർ ചെയ്യണ ഒരു ടൂറാണ്. ഞങ്ങളും ട്രൈ ചെയ്തു ടിക്കറ്റ്സിന് വേണ്ടി, പക്ഷെ കിട്ടിയില്ല. ദൂരേന്ന് കുറേശ്ശെ ബാക്ക് പൈപ്സിൻ്റെ ഒച്ചയേക്കാല്ലേ. ആക്ച്വലി ഈ വഴിയിൽ ഇപ്പോഴും ഒരു ബാക്ക് പൈപ്പ് പ്ലെയർ ഉണ്ടാവാറുള്ളതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അയാളെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. മഴയൊക്കെ ആയ കാരണം അയാൾ മാറി നിന്നതാ തോന്നുന്നുണ്ട്. ഇപ്പം എന്തായാലും അയാൾ അവിടെ നിന്ന് വായിക്കണ്ട, നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ എപ്പോഴും നല്ല തിരക്കുണ്ടാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. സൈറ്റ് സീയിങ് ബസ്സസും അതേമാതിരി ഈ സൈഡിലൊക്കെ വിവിധ തരം വേഷം കെട്ടിയ ആൾക്കാർ, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നിപ്പോൾ ഒന്നുമില്ല, വിജനാണ്. ഇതൊരു ഫേമസ് കഫേയാണ് ഇവിടുത്തെ ഒരു ആളുടെ സ്റ്റോറിയുടെ ബേസിസിലാണ് L സ്റ്റീവൻസൺ ജേക്കൽ ആൻഡ് ഹൈഡിൻ്റെ കഥ എഴുതിയെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് ആ സ്ട്രീറ്റിൻ്റെ ഘടനയുടെ ഒരു ഏകദേശ ധാരണ കിട്ടും. 2 തട്ടായിട്ടാണ് ഈ റോഡ്സ് പോണത്, ഒന്നിൻ്റെ മീതെ ഒന്ന് എന്നുള്ള പോലെ. ഇനി നമുക്ക് ഒരു ബ്രിഡ്ജിലേക്ക് പോവാം. പക്ഷെ നാട്ടിലൊക്കെ കാണുന്ന പാലങ്ങളിൽ നിന്നും ഇത്തിരി വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ വീടുകളും ഷോപ്പുകളും ഒക്കെ ഉണ്ട്.
ആ കാണുന്നതാണ് നാഷണൽ ലൈബ്രറി ഓഫ് സ്കോട്ട്ലൻഡ്. അതും ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം വലിയ ലൈബ്രറിയാണ്. അവിടെ സെമിനാർസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതാ നോക്കൂ, താഴത്തെ കൂടെ ഇതാ വണ്ടികൾ പോണു. മുകളിലത്തെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ വണ്ടികൾ പോകുന്നുണ്ട്. സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബിൽഡിങ്സ് ഉണ്ട്. ഈ സ്ഥലം കാണാനാണ് നമ്മൾ റോയൽ മൈലിൽ നിന്ന് ഒരു ഡിറ്റൂർ എടുത്തത്. ആക്ച്വലി ഹാരി പോട്ടർ ഫാൻസിനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാവുന്നത്. ബർത്ത് പ്ലേസ് ഓഫ് ഹാരി പോട്ടർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. J.K. റോളിംഗ് ഇവിടെ വന്നിരുന്ന് ഹാരി പോട്ടർ കഥകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ്. പക്ഷേ ഇവിടെ നിന്നാണ് ആ സ്റ്റോറി എഴുതാൻ തുടങ്ങിയതെന്നൊന്നും ഇല്ല. അത് ആക്ച്വലി അവരൊരു ട്രെയിനിൽ നിന്നൊക്കെയാണ് തുടങ്ങിയതെന്ന് അവർ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ അവരിവിടെ വന്നിരുന്ന് എഴുതുമായിരുന്നു. അപ്പോൾ ഹാരി പോട്ടർ ഫാൻസിൻ്റെ ഒക്കെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് ഇവിടെ. നമ്മൾ ഈ എലിഫൻറ്റ് ഹൗസിൻ്റെ എതിർദശയിൽ കുറച്ച് നടന്നു കഴിഞ്ഞാൽ പ്രിൻസസ് ഗാർഡൻസ് എന്ന് പറഞ്ഞ ഒരു ഗാർഡൻ്റെ ഒരു വ്യൂ കിട്ടും നമുക്ക്. അവിടെയാണ് സ്കോട്ട് മോണ്യുമെൻ്റ് ഉള്ളത്. ആ കാണുന്നതാണ് സ്കോട്ട് മോണ്യുമെൻറ്റ്. അത് സർ വാൾട്ടർ സ്കോട്ട് എന്ന് പറഞ്ഞ സ്കോട്ട്ലൻഡിലെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററിന് വേണ്ടിയിട്ടുള്ള മോണ്യുമെൻ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഒരു റൈറ്റർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത മോണ്യുമെൻറ്റ്സിൽ സെക്കൻഡ് ലാർജസ്റ്റ് മോണ്യുമെൻറ്റ് ആണത്. നമ്മൾ വീണ്ടും സെൻറ്റ് ജൈൽസ് കത്തീഡ്രലിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇവിടെ ഈ ഹാർട്ട് ഷേപ്പിൽ കാണുന്ന ഈ മൊസൈക്കിന് ഹാർട്ട് ഓഫ് മിഡ്ലോഥിയൻ എന്നാണ് പേര്. ഈ സ്ഥലത്ത് പണ്ടൊരു പ്രിസണായിരുന്നു ഇത്ര ഉണ്ടായിരുന്നത്. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് വെയിൽ വരാറുണ്ട് കുറേശ്ശെ. എഡിൻബ്ര ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സയൻസിനും ലിറ്ററേച്ചറിനും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ കുറേ ആൾക്കാരെ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പേരുകളായിരിക്കും. അലക്സാണ്ടർ ഫ്ലെമിംഗ്, അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ജെയിംസ് വാട്ട്, ആദം സ്മിത്ത്, വാൾട്ടർ സ്കോട്ട്, ആർത്തർ കോനൻ ഡോയൽ, L സ്റ്റീവൻസൺ. ഇവരൊക്കെ ഇംഗ്ലീഷുകാരാണെന്നാവും നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവരൊക്കെ ആക്ച്വലി പറഞ്ഞാൽ സ്കോട്ടിഷ് ആണ്. ഈ കാണുന്നതാണ് കാനൺഗേറ്റ് ചർച്ച്. എഡിൻബ്രയിൽ താമസ സമയത്ത് ഇടയ്ക്ക് ക്വീൻ സർവീസ് അറ്റൻഡ് ചെയ്യാൻ വരണത് ഈ ചർച്ചിലാണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ആ ചർച്ചിലേക്ക് പോകുന്നത് വേറൊരു കാര്യത്തിനാണ്. ആഡം സ്മിത്തിൻ്റെ ഗ്രേവ് ഇവിടെയാണ് എന്ന് വായിച്ചു. അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നമ്മൾ. ഇതാ അവിടെയാണ് ആഡം സ്മിത്തിൻ്റെ കല്ലറ. നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം. Here are deposited the remains of Adam Smith, author of the theory of moral sentiments and wealth of nations. He was born 5th June 1723 and he died 17th July 1790. ഈ വീട്ടിലായിരുന്നു ഇത്ര ആഡം സ്മിത്ത് താമസിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോളിറൂഡ് പാലസിൻ്റെ അവിടെ തന്നെ എത്തി. ഇത് കൂടെ ഇങ്ങനെ നടക്കാനുള്ള ഒരു ഹരം അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ മഴയിൽ ഇത്തിരി നനഞ്ഞ് കുളിച്ച് ഒക്കെ റോയൽ മൈലിൻ്റെ വാക്ക് കംപ്ലീറ്റ് ആയി. വിചാരിച്ച പോലെ ഒന്നും നിങ്ങളെ റോയൽ മൈൽ കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്നാലും കാണിച്ചതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ. പിന്നിൽ ആക്ച്വലി ഒരു ഹില്ല് കാണുന്നില്ലേ, അത് ആർത്തർ സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹില്ലാണ്. അങ്ങനെ പോകണം എന്നുണ്ട്. ഇപ്പോൾ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊക്കെ സമയം കിട്ടുമോ, മഴ വീണ്ടും പറ്റിക്കുമോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ പോവുകയാണെന്ന് വെച്ചാൽ ആ കാഴ്ചകളുമായിട്ട് വരാം.
അല്ലെങ്കിൽ വേറെ ഒരു മനോഹരമായ കാഴ്ചയായിട്ട് വരാം. അടുത്ത തവണ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.